നല്ല വഴിക്കതിനെ വ്യാഖ്യാനിക്കാനുള്ള ശ്രമമാകണം ഉണ്ടാകേണ്ടത്. ഒരാളെപ്പറ്റി വിചാരിക്കുമ്പോഴും നല്ല വിചാരങ്ങളാണ് മനസ്സിൽ കാത്തു സൂക്ഷിക്കേണ്ടത്. മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്നത് സംശയമാണെങ്കിൽ നമ്മുടെ ഖൽബിൽ നിറയുന്നത് മുഴുവനും കളവായിരിക്കും കൂടുതൽ. ഇന്ന സ്വിദ്ഖ തുമഅനീനതുൻ വൽ കദിബരീബതുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, സത്യമായ നിലക്കുള്ള ഒരു ധാരണ, സത്യമായ നിലക്കുള്ള ഒരു വിശ്വാസം, സത്യമായ നിലക്ക് നീ ഉൾക്കൊള്ളുന്നത് തുമഅനീനത്തുൻ, അത് മനസ്സിന് സമാധാനമേകുന്നതാണ്. എപ്പോഴും നിന്റെ മനസ്സിന് നല്ല ശാന്തിയുണ്ടാകും. അതേ സമയത്ത് വൽ കദിബ രീബത്തുൻ, സംശയം ജനിപ്പിക്കുന്ന വിഷയങ്ങൾ കളവായിട്ട് മാറുന്നു. കളവ് പിന്നീട് ഇങ്ങനെ ഒരു കൂടി വരുമ്പോൾ സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നു. മനസ്സിന് കറകൾ കൂടുതൽ കൂടുതൽ ബാധിച്ച് മനസ്സ് കറുക്കുകയാണ്, പരിശുദ്ധി നഷ്ടപ്പെടുകയാണ്. നല്ല സ്വഭാവങ്ങൾ മുഴുവനും മനസ്സിൽ നിന്ന് പറന്നകലുകയാണ്. നല്ലത് വിചാരിക്കണം. ഒരു വാർത്ത കേൾക്കുമ്പോഴും അങ്ങനെയാണ് വേണ്ടത്. നാട്ടിൽ ഒരാണിനെ പറ്റി, ഒരു പെണ്ണിനെ പറ്റി ഒരു വിവരം കേൾക്കുമ്പോഴേക്ക് അടുത്ത ആളിലേക്ക് നിങ്ങൾ മെസ്സേജ് കൈമാറരുത്. അള്ളാഹു ചോദിക്കുന്നുണ്ട്, വലൗലാ ഇദ് സമീഅ്തുമൂഹു ളന്നൽ മുഅ്മിനൂന വൽ മുഅ്മിനാതു ബിഅൻഫുസിഹിം ഖൈറാ വഖാലൂ ഹാദാ ഇഫ്കും മുബീൻ. സുഖകരമല്ലാത്ത ഒരു വാർത്ത കേൾക്കുമ്പോ അത് മറ്റുള്ളവരിലേക്ക് കൈമാറാൻ നമ്മുടെ മനസ്സ് ധൃതിപ്പെടുകയാണ്. ഉപകരണങ്ങൾ പെട്ടെന്ന് നമ്മോട് സജീവമാകാൻ പറയുകയാണ്. എന്തെങ്കിലും ഒരു വ്യാജ വാർത്ത കേൾക്കുമ്പോ എന്തേ നിങ്ങൾക്ക് നല്ലത് വിചാരിച്ചൂടെ? അത് നല്ല നിലക്കൊന്ന് വ്യാഖ്യാനിച്ചൂടെ? വഖാലൂ ഹാദാ ഇഫ്കും മുബീൻ, ഇത് വ്യക്തമായും ഒരു വ്യാജ വാർത്തയാണ് എന്ന് പറഞ്ഞുകൂടെ? അങ്ങനെ പറഞ്ഞാ പിന്നെ നിങ്ങൾക്ക് തകരാറൊന്നുമില്ലല്ലോ. ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് മറ്റൊരാളിലേക്ക് പകർത്തേണ്ട ആവശ്യമില്ലല്ലോ. ഒരു ചെറിയ കാര്യമാണെങ്കിലും വലിയ കാര്യമാണെങ്കിലും അങ്ങനെയാണ്. സംശയദൃഷ്ടിയാ കണ്ട കാര്യമാണെങ്കിലും വിഷയം അങ്ങനെ തന്നെയാണ്. നിങ്ങൾ നോക്ക്, ഒരാണിനെയും പെണ്ണിനെയും അസമയത്ത് ഒരു സ്ഥലത്ത് വെച്ച് കണ്ടാലും അത് ഏതെങ്കിലും തരത്തിൽ വ്യാഖ്യാനിക്കുവാനോ വളച്ചൊടിക്കുവാനോ നമുക്ക് മാർഗമില്ല. എന്തേ ഇസ്ലാം അങ്ങനെ വെച്ചത്? നമ്മുടെ മനസ്സ് കേടാകണ്ടെന്ന് വരുത്തിയിട്ടാണ്. നമ്മുടെ മനസ്സ് അതുകൊണ്ട് ബുദ്ധിമുട്ടാകണ്ടെന്ന് കരുതിയിട്ടാണ്. നമ്മുടെ മനസ്സിൽ നന്മയാണ് ഉണ്ടാകേണ്ടത്. ഒരാണിനെയും ഒരു പെണ്ണിനെയും നമ്മൾ അസമയത്തൊരു സ്ഥലത്ത് കാണുന്നു. നമ്മൾ ആ കണ്ട കാഴ്ച മാത്രമേ ഉള്ളൂ. അവര് നടന്നു പോവുകയാണ്, അല്ലെങ്കിൽ ഒരു വാഹനത്തിൽ അവർ സഞ്ചരിക്കുകയാണ്. അത്രേ നമ്മൾ കണ്ടിട്ടുള്ളൂ. നമ്മൾ ആ കണ്ടത് ഒന്നുകൂടി ഏച്ചുകൂട്ടി മറ്റൊരാളോട് പറഞ്ഞാൽ, അയാൾ ഒന്നുകൂടി അതിലേക്ക് ചിലതൊക്കെ ചേർത്ത് വേറൊരാളോട് പറഞ്ഞാൽ അവസാനം എത്തിച്ചേരുന്നത് വേറെ എന്തെയോ വലിയ കുഴപ്പമായിട്ടാണ്, വിഷയമായിട്ടാണ്. കണ്ടത് തന്നെ നമ്മൾ പറയുമ്പോൾ തന്നെ അതിന്റെ ഭാഷ ശരിയായിട്ടില്ലെങ്കിൽ മോശപ്പെട്ട രീതിയിൽ അത് വ്യാഖ്യാനിക്കപ്പെടും. സംശയത്തോടെയുള്ളൊരു വാർത്ത കേട്ടാൽ തന്നെ നല്ല നിലക്ക് ഭാവിക്കാൻ പറ്റുമെങ്കിൽ അതാണ് നല്ലത്. അതേ സമയത്ത് ദുഷിച്ചൊരു വ്യാഖ്യാനം അതിന് നൽകിയാൽ ദുരന്തമാണ് ഉണ്ടായിത്തീരുക. സഹോദരങ്ങളെ, വിശുദ്ധ ഇസ്ലാം അങ്ങനെയാണ് നമ്മോട് കൽപ്പിക്കുന്നത്. നല്ലത് മനസ്സിലാക്കാനുള്ള ചിത്രമാകണം. പക്ഷേ പൊതുവെ മനുഷ്യന്റെ മനസ്സിലേക്ക് അങ്ങനെയല്ല വരുന്നത്. ദുഷിച്ച ചിത്രങ്ങളാണ്. ആ മനുഷ്യനെ പറ്റിയുള്ള ദുർഗുണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് പെട്ടെന്ന് കടന്നു വരിക. അതേ സമയത്ത് നല്ല മനസ്സുള്ള മനുഷ്യന്മാരങ്ങനെയല്ല വിലയിരുത്തുന്നത്. നല്ല രൂപത്തിലെ അവര് വിലയിരുത്തൂ. കണ്ടില്ലേ നിങ്ങൾ കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം? മൂസാ നബി അലൈഹിസ്സലാമും സഹപ്രവർത്തകരും കൂടി ഒരു വഴിക്ക് പോകുമ്പോ ഒരു നായ, അത് അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിയാണ്, ഒരു നായ
അതിന്റെ ജീവൻ പോയി ഒരു ഭാഗത്ത് കിടക്കുന്നു. കൂടെയുള്ള ആളുകൾ പറഞ്ഞു, നായ ചത്ത് കിടക്കുന്നു. എത്ര മോശപ്പെട്ട രീതിയിൽ ഒരു ചത്ത നായ എന്ന നിലക്ക് അതിനെ ഇകഴ്ത്തി പറഞ്ഞപ്പോ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, അത് ജീവൻ പോയിട്ടുണ്ടെങ്കിലും അതിന്റെ പല്ലിന് കാണാൻ നല്ല സൗന്ദര്യമുണ്ട്, നല്ല വെളുപ്പുണ്ട്. എന്റെ പല്ല് കണ്ടില്ലേ, നല്ല ക്ലിയർ ഉണ്ട്. ഗുരുതരമായി നജസുള്ള ഒരു സാധനമാണ് നായ. പക്ഷെ അതിനെപ്പറ്റി പോലും കേടായി പറയാൻ പറ്റൂല. ഒരു ജീവിയെ പറ്റിയും പറയാൻ പാടില്ല, ഒരു ജീവിയെയും നിന്ദിക്കാൻ പാടില്ല. എല്ലാ സൃഷ്ടികളും അള്ളാഹുവിന്റെ സൃഷ്ടികളല്ലേ. ഓരോന്നിനും നൽകേണ്ട ബഹുമാനം ഓരോന്നിനും ഉണ്ട്. നായക്ക് അത്തരത്തിലുള്ള ഒരു ഇകഴ്ത്തിക്കൊണ്ടൊരു സംസാരം പറഞ്ഞപ്പോ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിനെ തിരുത്തിയത് നല്ല ഭാഷയിലൂടെയാണ്, നല്ല ഭാഷണത്തിലൂടെയാണ്. അതെങ്ങനെ വന്നു? നല്ല മനസ്സിൽ നിന്ന് അങ്ങനെ വരും. നല്ല മനസ്സിൽ നിന്ന് നല്ല റിസൾട്ട് വരും. കാരണം അവർ കാണുന്നതും അനുഭവിക്കുന്നതും വ്യാഖ്യാനിക്കുന്നതും ഒക്കെ നന്മയെ മാത്രമാണ്. അതേ സമയത്ത് ഒരാളെ കാണുമ്പോ എപ്പോഴും നമുക്ക് തോന്നുന്നത് അയാൾ അങ്ങനത്തെ ആളാണ്, ഇങ്ങനത്തെ ആളാണ്, കുറവുള്ള ആളാണ്. പിന്നെ ആരാ ഉഷാറുള്ള ആള്? നമ്മൾ മാത്രം. നമുക്ക് മാത്രമേ ഉഷാറുള്ളൂ. മറ്റുള്ളവരെ കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക്